ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ അൻസി, ഡെൻ്റൽ സർജനാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്കാൻ ചെയ്ത് എങ്ങനെ പല്ല് വയ്ക്കാം എന്നുള്ളൊരു വീഡിയോയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻ്റാണ്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഫ്രണ്ടിലത്തെ പല്ല് 1-2 പല്ല് മിസ്സിങ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള പല്ലുകൾ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ പേഷ്യൻ്റാണ് നമ്മൾ ഈ സ്കാൻ ചെയ്തിട്ട് പല്ല് വയ്ക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ എല്ലാ പല്ലുകൾക്കും എല്ലാ ലാബിലും ഇങ്ങനെ സ്കാനിങ് അവൈലബിൾ ആയിരിക്കത്തില്ല. കുറച്ചും കൂടെ വലിയ ലാബുകളിലാണ് ഈ സ്കാനിങ് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് നമ്മൾ സിർക്കോണിയ ക്യാപ്പാണ് ആൻറ്റീരിയറിൽ കൊടുക്കുന്നത്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകതയെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ അളവെടുക്കുന്നത് ആൽജിനേറ്റ് വെച്ചിട്ട് ട്രേയിൽ ഇംപ്രഷൻ എടുത്താണ് നമ്മൾ അളവ് ലാബിൽ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചില എറേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഡിസ്കംഫേർട്ട് കൂടുതലാണ്. അതായത് വായിൽ ഒരു ട്രേക്കകത്ത് ഇത്രയും ആൽജിനേറ്റൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഗ്യാഗിങ് ടെൻഡൻസി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ട്രേയുടെ അറ്റം നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ കൊണ്ട് മുറിയാൻ ചാൻസ് ഉണ്ട്. എറേഴ്സിനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്കാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ വായിലൊരു സ്കാനറിൻ്റെ ഒരു പോയിൻ്റ് വയ്ക്കുമ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ സോഫ്റ്റ് ടിഷ്യൂവും അതുപോലെ തന്നെ ഹാർഡ് ടിഷ്യൂസ് എല്ലാം ഇതിൽ റെക്കോർഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിർക്കോണിയ ക്യാപ്പിന് വേണ്ടിയിട്ട് അളവെടുക്കുന്നത്. നമ്മൾ ഈ അളവ് ഇവർ റെക്കോർഡ് ചെയ്തത് നേരെ ലാബിൽ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫലമായിട്ട് അവർ തന്നെ അതിൻ്റെ കാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലാണ് പല്ല് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പല്ല് വന്നതിന് ശേഷമുള്ളതാണ്. നമ്മൾ അളവെടുത്ത് പോയതിന് ശേഷം ആ സിർക്കോണിയയുടെ ക്യാപ്പ് വന്നതാണ്. ഇതാണ് നമ്മൾ അളവെടുത്ത് കൊടുത്തതിൻ്റെ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റെക്കോർഡഡായിട്ട് ഇതെന്നതിനെ പേഷ്യൻ്റ് എങ്ങനെയാണോ കടിക്കുന്ന ആ രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരളവ് നമുക്ക് ലഭിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ രീതിയിൽ കാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ ആ പേഷ്യൻ്റ് ആ FPD ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. കറക്റ്റ് പേഷ്യൻറ്റിന് സിർക്കോണിയ എന്ന് പറയുമ്പോൾ അകത്ത് മെറ്റൽ എന്ന് പറയുന്ന ഒരു സാധനമേ ഉണ്ടാകത്തില്ല. കറക്റ്റ് പല്ലിൻ്റെ അതേ കളറായിരിക്കും. പല്ലിൽ ലൈറ്റ് കടത്തിവിടുന്നത് കൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ലുക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ഏജ് കുറഞ്ഞ ആളിന് എപ്പോഴും നമുക്കിതുപോലുള്ള ഒരു മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ക്യാപ്പ് വെച്ചാൽ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. പേഷ്യൻ്റ് വളരെ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു സിർക്കോണിയ ക്യാപ്പ് വെച്ചതിൽ. പക്ഷേ മറ്റുള്ള ക്യാപ്പിനെ അപേക്ഷിച്ച് റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടി ഷെയർ ചെയ്യുക. കാരണം ഇതുപോലെ ആൻറ്റീരിയർ ടൂത്തൊക്കെ പൊട്ടിയ പേഷ്യൻസ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഇതുപോലെ എസ്തെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു.